മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം നിലവിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ യു ഷറഫ്ക്കാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എങ്ങനെ പോകുന്നു നമ്മുടെ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ? അങ്ങ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധി പദ്ധതികൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. നിലവിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. സാധാരണഗതിയിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ റൊട്ടീനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് സംവിധാനമാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഏറ്റവും മികച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത്. 2500ഓളം കായിക താരങ്ങളെ വിദ്യാഭ്യാസവും കായിക പരിശീലനവും ഹോസ്റ്റലിൽ നൽകിക്കൊണ്ട് പഠിപ്പിക്കും. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 120ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും സ്പോർട്സ് കൗൺസിലിന് കീഴിലുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. രണ്ടാമതായിട്ട് കായിക സംഘടനകൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അതുകൂടാതെ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ഒന്ന്, ഈ കായിക താരങ്ങൾക്ക് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. പല പ്രമുഖരായ കായിക താരങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു വലിയ സംഭവം തന്നെയാണ്. അതിലൊന്നാണ് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ വേണമെന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ താരങ്ങൾക്ക് വലിയ വേൾഡ് കപ്പിലും ഒളിമ്പിക്സിലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അതിൽ മാനദണ്ഡം വരുത്തിയിട്ട് പ്രീ വേൾഡ് കപ്പിൽ കളിക്കുന്നവർക്കും പ്രീ ഒളിമ്പിക്സിൽ കളിക്കുന്നവർക്കും ഈ ആനുകൂല്യം കൊടുക്കാനുള്ളൊരു സുപ്രധാന തീരുമാനം. അത് ഫുട്ബോളിന് മാത്രമല്ല മറ്റു ഗെയിമുകൾക്കൊക്കെ പ്രയോജനപ്പെടും. പക്ഷേ പ്രമുഖരായ ഫുട്ബോൾ താരങ്ങൾ മാനദണ്ഡങ്ങൾ പ്രകാരം എടുത്തപ്പം ജോലി സാധ്യത നഷ്ടപ്പെട്ടു എന്നൊരു പരാതി വന്നപ്പോൾ അതിൻ്റെ അനുകൂലമായിട്ട് കായിക താരങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തിട്ടില്ല. രണ്ടാമത്, ഈ നമ്മുടെ ഇവിടെ അസോസിയേഷനുകൾ തമ്മിൽ വലിയ തർക്കങ്ങൾ പ്രശ്നങ്ങൾ എപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്റ്റേറ്റ് കൗൺസിൽ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ചില അസോസിയേഷനെ ഫെഡറേഷൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷൻ പലപ്പോഴും ഫെഡറേഷൻ നടത്തുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ അനുമതിയില്ല. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ആർക്കാണ്? സ്റ്റേറ്റ് കൗൺസിൽ അംഗീകരിക്കാത്ത അസോസിയേഷനാണ് പലപ്പോഴും ചില സംഘടനകളിൽ മാത്രം. അങ്ങനെ വരുമ്പോൾ ഈ കായിക താരങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. നാഷണൽ ചാമ്പ്യൻഷിപ്പുകൾ അവർ പങ്കെടുത്താലും അവർക്ക് ഗ്രേസ് മാർക്ക് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അങ്ങനെ സ്പോർട്സ് കൗൺസിൽ ചർച്ച ചെയ്തിട്ട് അതിന് സുപ്രധാന തീരുമാനം എടുത്തത് അംഗീകൃത ഫെഡറേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ ജേതാക്കൾ 1, 2, 3 സ്ഥാനങ്ങൾ ലഭിക്കുന്ന കായിക താരങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അത് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മെഡൽ വിന്നേഴ്സ് എന്ന് ലിമിറ്റ് ചെയ്യാൻ കാരണം പലപ്പോഴും ഈ 2 അസോസിയേഷൻ ടീമിനെ സെലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും സാധാരണഗതി കിട്ടുമ്പോൾ ഈ 2 ടീമിലെ ആളുകൾക്ക് കിട്ടുമ്പോൾ അത് കൂടുതലായി പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിമിറ്റ് ചെയ്തു. അംഗീകാരം ഫെഡറേഷൻ ഉണ്ടെങ്കിൽ ആ അംഗീകൃത ഫെഡറേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് മെഡൽ ജേതാക്കളായിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുക എന്നുള്ളത് വലിയ തീരുമാനം. ഉദ്ദേശിച്ച രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചോ ഇതുവരെ പരിശോധിക്കും? ഏറെക്കുറെ പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും അസോസിയേഷനുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ കോടതിയുടെ ഇടപെടലും കൂടി ഉണ്ടാകുമ്പോൾ വിചാരിച്ച രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പല തടസ്സങ്ങളും ഉണ്ട്. അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒരു പരിധിവരെ പരിഹാരം കാണാനും അസോസിയേഷൻ നടപടിയെടുക്കുന്ന അസോസിയേഷന് പകരമായിട്ട് ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം ഷൂട്ടിങ്ങിൽ നാഷണൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിലെ വിന്നേഴ്സ് മാത്രമല്ല, റാങ്കിങ് ആണ്. ഒരു 30ാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് പോലും നാഷണൽസിലെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാം. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിൽ 30ാം സ്ഥാനം കിട്ടിയ കുട്ടി പോലും നാഷണൽ പാർട്ടിസിപ്പേഷന് ആനുകൂല്യം വാങ്ങുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഒരു ഗെയിമിലും ഇല്ലാത്തതാണ്. അങ്ങനെ വരുന്നപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചു. ഞങ്ങൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ 1, 2, 3 സ്ഥാനങ്ങൾ കൈമാറി, അല്ലെങ്കിൽ 4, 5, 6 സ്ഥാനങ്ങൾ വരെ ലഭിച്ചിട്ട് നാഷണൽ പാർട്ടിസിപ്പേഷനുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കും. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് ചുമതല ഏറ്റെടുത്ത ശേഷം ഉദ്ദേശിച്ച രീതിയിലേറെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ പശ്ചാത്തലം നിയമസഭ സംബന്ധിച്ചിടത്തോളം അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആനുകൂല്യങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ ഒരു അക്കാഡമി
അരീക്കോട് പുതിയതായി കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുണ്ട്. മൂർക്കനാട് SSHS സ്കൂളിലെ കുട്ടികളെ പഠിക്കാനും അവർക്ക് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിലിന് കീഴിൽ പരിശീലനം കൊടുക്കാനും ഒരു DSA അക്കാഡമി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ച വർഷം തന്നെ നല്ല റിസൾട്ടുമാണ്. 4-5 ടൂർണമെൻറ്റുകൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി അത് സുബ്രതോയിൽ 2ാം സ്ഥാനം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ അരീക്കോട് കോളേജ് ഞങ്ങൾക്ക് റിക്വസ്റ്റ് തന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുഖാന്തരം റെക്കമെൻഡ് ചെയ്തു. ഇത്തവണ ഈ വർഷം തൊട്ട് അരീക്കോട് കോളേജിലും സ്പോർട്സ് ഹോസ്റ്റൽ സലാം കോളേജിലും ഫുട്ബോളിലും അത്ലറ്റിക്സിലും ഹോസ്റ്റൽ അനുവദിക്കാൻ കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു പശ്ചാത്തലം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ തന്നെ ഈ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന പ്രമുഖ മുഖങ്ങളിൽ താങ്കളുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുൻ ഫുട്ബോൾ താരമായിട്ടുള്ള യു ഷറഫ് അലി വന്നേക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ ഇത്തവണ വീണ്ടും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കേരളം അടുക്കുമ്പോൾ താങ്കളെ ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരുന്നത്. എന്താണ് യാഥാർത്ഥ്യം? എന്നെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് ഒരു വിവരമോ അല്ലെങ്കിൽ ഒരു ആവശ്യമോ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചർച്ചകൾ ഞാനും കേൾക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, സ്ഥാനാർത്ഥി ആവാതെ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ എന്നുള്ളൊരു പരിഗണന എനിക്ക് ലഭിക്കുന്നുണ്ട്. മലപ്പുറം എന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഒരുപാട് ആളുകൾ അറിയുന്ന ഫുട്ബോൾ താരമെന്ന നിലയിൽ അറിയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഏറനാട് പോലെ കേരളത്തിലെ ഒരു ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന മേഖലയിൽ താങ്കളെപ്പോലൊരു വ്യക്തിയെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കി സീറ്റ് പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ LDFിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ LDF അത്തരം ഒരു ആശയവിനിമയം നടത്തിയാൽ അതിന് തയ്യാറാകുമോ? സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടു. ഞാൻ അതിനെ കാണുന്നത് ഒരു LDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സീറ്റ് പിടിച്ചെടുക്കുക എന്നതിലുപരിയായിട്ട് ഞാൻ കാണുന്നത് ഒരു കായിക താരത്തിന്, ഒരു ഫുട്ബോൾ താരത്തിന് അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ അത് കായിക മേഖലയ്ക്ക് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി ഞാനൊരു പൊളിറ്റീഷ്യനല്ല, ഞങ്ങൾക്കറിയാം. ഞാനൊരു ഫുട്ബോളറാണ്, കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ടുള്ളൊരു അവസരം ഈ ഗവൺമെൻറ് തന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒരു തീരുമാനം ഏതെങ്കിലും സാഹചര്യത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഫുട്ബോൾ രംഗത്തേക്ക് അല്ലെങ്കിൽ കായിക മേഖലയ്ക്കുള്ളൊരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത്. അവസരം കിട്ടിയാൽ കൃത്യമായിട്ടും ഈ പറയപ്പെടുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാനും സാധിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ അത് ആ സമയത്ത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ആശയവിനിമയം പാർട്ടി തലത്തുനിന്നോ മുന്നണി തലത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഇതുവരെ ഉണ്ടായി. ഈ ചർച്ചകൾ ഞാനും കാണുന്നത് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഞാനും ഈ ചർച്ചകൾ കാണുന്ന യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് എന്നല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മണ്ഡലം ഏറനാട് നിയോജക മണ്ഡലമാണ്. കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് UDF ആണ് ഇവിടെ നിന്ന് വിജയിച്ചു വരുന്നത്. ഈ മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതികളൊക്കെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന, അതേപോലെ തന്നെ ഞാനൊരു ഫുട്ബോളർ എന്ന് മാറ്റി വെച്ചാൽ സ്പോർട്സ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് രാഷ്ട്രീയം തന്നെ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി എന്ന് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ പൊതുവേ UDFന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റം വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഒരു പുതിയ ആളുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാത്രമല്ല മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, കായിക മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഇത്. ഞാൻ അതിൻ്റെ നേരത്തെ ഉദാഹരണം പറഞ്ഞു. ഞാൻ ഇപ്പോൾ എത്രയോ കായിക മേഖലയിൽ നിന്ന് ഫുട്ബോൾ രംഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ് അരീക്കോട്. നമുക്കൊക്കെ അറിയാം, 100-ലധികം സന്തോഷ് ട്രോഫി താരങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും ഒരു 300-ലധികം യൂണിവേഴ്സിറ്റി താരങ്ങളുണ്ട്. ഇനി മറ്റു സംസ്ഥാനങ്ങൾക്കും ജില്ലക്കും കളിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം നമുക്ക് എടുക്കാതിരിക്കാനല്ല. ഇൻ്റർനാഷണൽ താരങ്ങൾ 10ഓളം ഇൻ്റർനാഷണൽ താരങ്ങൾ ഈ അരീക്കോടിൻ്റെ സംഭാവനയായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ കഴിഞ്ഞ തവണ സ്പോർട്സ് സ്കൂളിന് ഹോസ്റ്റൽ അനുവദിച്ചതും ഈ വർഷം കോളേജിന് ഹോസ്റ്റൽ അനുവദിച്ചതും. അതിലൂടെ
ഈ പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള കളിക്കാർ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കാനും കളിക്കാനും പരിശീലിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ കളിക്കാനും കളി വളർത്താനുമുള്ളൊരവസരം നമ്മുടെ നാട്ടുകാർക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ അക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പ്രതികരണം ഷറഫ് അലി നമ്മളോട് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന കൗൺസിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.